ധ്യാനങ്ങൾക്കായിട്ടും തിരുവചന ചിന്തകൾക്കായിട്ടൊക്കെ ദൈവം നമ്മുടെ കൂട്ടായ്മയിൽ അവസരങ്ങളെ നമുക്ക് തരുന്നു, നമ്മളോട് സംസാരിക്കുന്നു. വീണ്ടും തിരുവചനത്തിന് മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ വീട്ടിലെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ച് നമ്മളെ നേരായ വഴി, ദൈവപ്രസാദമുള്ള വഴിയിൽ, ദൈവത്തിന് യോഗ്യമായ വഴിയിൽ നടത്തുവാൻ ഇടയാക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപയാല് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യമാണ്. 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിച്ചത് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയെ പ്രബോധിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന പ്രാർത്ഥന എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. പ്രാർത്ഥനയായി ഉച്ചരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ എന്ന് ഉള്ള ആ ഭാഗത്ത് നിന്ന് അതിന്റെ ആ കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള മീനിങ് നമുക്ക് ചിന്തിക്കുവാൻ ദൈവം കൃപ ചെയ്തു. Devote yourselves to prayer with an alert mind and a thankful heart. നന്ദിയുള്ള ഒരു ഹൃദയത്തോടും ജാഗ്രതയുള്ള ഒരു മനസ്സോടും കൂടെ നമ്മെ തന്നെ പ്രാർത്ഥനയ്ക്കായി സമർപ്പിപ്പീൻ എന്നുള്ള ആഹ്വാനമാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് കൊടുക്കുന്നത്. 1-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു എങ്ങനെയാണ് അപ്പോസ്തലൻ തന്നെ പ്രാർത്ഥനയ്ക്ക് ഡിവോട്ട് ചെയ്തിരിക്കുന്നത്, സമർപ്പിച്ചിരിക്കുന്നത്, എന്തിലാണ് അദ്ദേഹം നന്ദി പറയുന്നതും, അതുപോലെ തന്നെ എങ്ങനെയാണ്, എന്ത് ജാഗ്രതയാണ് അവരുടെ പ്രാർത്ഥനയിൽ അവർ ഈ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി കാണിച്ചതെന്നും നമ്മള് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ചിന്തിച്ച് 4-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തോട് നമ്മളത് ബന്ധിപ്പിച്ച് നമ്മള് ധ്യാനിച്ച് പിന്നീട് നമ്മള് 4, 5, 6 കൂടെ വായിച്ച് അതിൽ നിന്നും ചില ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താണ് നിർത്തിയത്. നമ്മള് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത്, പുറത്തുള്ളവരോട് എങ്ങനെയാണ് നമ്മൾ ജ്ഞാനത്തോടെ പെരുമാറുന്നത്, ആ ഓപ്പർച്യൂണിറ്റിയെ യൂസ് ചെയ്യണം, നമ്മുടെ സംസാര രീതി എപ്രകാരമായിരിക്കണം, ഈ വക ചിന്തകള് ഈ തിരുവചന ഭാഗത്തിൽ നമുക്ക് നൽകി തന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇനിയും ഈ ഭാഗങ്ങളെല്ലാം ഒരു കൺക്ലൂഷൻ ആണ്. അതായത് പോൾസ് ഫൈനൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഗ്രീറ്റിംഗ്സ് ആൻഡ് കമന്റേഷൻ ഓഫ് കോവർക്കേഴ്സ്, തന്റെ ഏറ്റവും ഒടുവിലുള്ള നിർദ്ദേശങ്ങളും വന്ദനങ്ങളും അതുപോലെ തന്നെ തന്റെ സഹപ്രവർത്തകരെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളും, തന്റെ സഹപ്രവർത്തകരെ കുറിച്ചുള്ള തന്റെ ആ അനുഭവ സാക്ഷ്യം, തന്നെ എങ്ങനെയാണ് അവര് തനിക്ക് ആയിരിക്കുന്നത് എന്നുള്ള അവരെ കമന്റ് ചെയ്തുകൊണ്ട് അവർക്കൊരു സാക്ഷ്യപത്രം കൊടുക്കുന്ന, അവരെ ശരിക്കും അവരുടെ വ്യക്തിത്വത്തിന്, അവരുടെ ശുശ്രൂഷയ്ക്ക് എങ്ങനെയാണ് തന്റെ ജീവിതത്തിൽ സ്ഥാനമെന്നുള്ളതും ഒക്കെയുള്ള ആ ഒരു ചുരുക്കം ഭാഗങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ ചിന്തയ്ക്കായിട്ട് അവശേഷിക്കുന്നുള്ളൂ. 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ. അപ്പം ഇതിനകത്ത് ചിന്തിക്കുമ്പം ചില വ്യക്തികളെ പരാമർശിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ എഴുതുന്ന ലേഖനം ഞാൻ വ്യക്തികളെ ഒന്ന് ചിന്തിക്കണമെന്ന് ഹൃദയത്തിൽ തോന്നിയത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നുപോയി. വേണമെങ്കിൽ വായിച്ച് അവസാനിപ്പിക്കാം, വേണമെങ്കിൽ. പക്ഷെ എങ്കിലും നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തില് സമയാസമയങ്ങളിൽ എൻകറേജ്മെന്റ് ആവശ്യമുള്ളവരാ. അതൊക്കെ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും എന്താ പറയണ്ടേ, രീതികൾക്ക് വ്യത്യാസം വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പിള്ളേർ പറയാറുണ്ട്, സഹോദരിമാര് പറയാറുണ്ട്, ചേച്ചി ഇപ്പം ഭയങ്കര തിരക്കാ. ഞാൻ അങ്ങനെ പറയുമ്പോൾ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നവര് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും ഞാൻ ആരെയും ഉദ്ദേശിച്ചെന്ന്. അപ്പൊ തിരക്കല്ലേ, മിണ്ടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അങ്ങോട്ട് പങ്കുവെക്കുക, ഇങ്ങോട്ട് പങ്കുവെക്കുക, കേൾക്കുക, ധൈര്യപ്പെടുത്തുക, ആശ്വസിപ്പിക്കുക. ഇതൊക്കെ ദൈവസഭയിൽ നമ്മൾ തുടക്കത്തിൽ നമ്മൾ കേട്ട പോലെ സ്നേഹം എത്രമാത്രം ദൈവത്തിൽ നമ്മൾ പ്രാപിക്കുന്നു അത്രത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കടപ്പെട്ടവരാണ്. അപ്പൊ നമുക്ക് എൻകറേജ്മെന്റ് ആവശ്യമാണ്, നമ്മളെ ധൈര്യം. അപ്പോസ്തലൻ, ഞാൻ അങ്ങനെ പറയാൻ കാര്യം, നമ്മളെല്ലാം ജീവിതത്തിൽ പല രീതിയിൽ തിരക്കുള്ളവരായിരിക്കും. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മുടെ കർത്തവ്യങ്ങൾക്കായിട്ട് നമ്മളെ ലഭ്യമാവുകയും ചെയ്യണം. നമ്മുടെ വീട്ടിൽ നമ്മൾ തിരക്കായിരിക്കാം, നമ്മുടെ ജോലിയിൽ നമ്മൾ തിരക്കായിരിക്കാം. പക്ഷെ ഒരു ഭർത്താവ് ഒരിക്കലും ഭാര്യ തിരക്കാന്നും പറഞ്ഞ് തന്റെ കർത്തവ്യത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, ശുശ്രൂഷയിൽ നിന്ന്, സഹകരണത്തിൽ നിന്ന്, പങ്കാളിത്തത്തിൽ പിന്മാറാൻ സമ്മതി. തിരിച്ചതുപോലെ തന്നെ ഒരു ഭാര്യ തന്റെ ഭർത്താവ് എത്ര തിരക്കാണെങ്കിലും, എന്തൊക്കെ ജോലി ഭാരമുണ്ടെന്ന് പറഞ്ഞാലും അപ്പോഴും ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്ന സ്നേഹവും പങ്കാളിത്തവും ഉണ്ട്, ഒരു കരുതലുണ്ട്, എൻകറേജ്മെന്റ്. ഇത് പരസ്പരം എല്ലാവരും, മക്കളായാലും ഇതുപോലെ തന്നെ
തന്നെ സഭയിലും സഹോദരങ്ങള് അത് നമ്മളിൽ ആഗ്രഹിക്കുന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും അതുപോലെ തന്നെയാണ് തിരിച്ച് അത് എൻകറേജ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അതൊരിക്കലും എന്താ പറയുക ഒരു മുഖപ്രശംസക്കായിട്ടില്ല. ഇത് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഒരു എൻകറേജിങ് വേർഡ്സ് ആണ്. ആ ഇൻസ്ട്രക്ഷനകത്തും ഗ്രീറ്റിംഗ്സിനകത്തും എല്ലാം വ്യക്തികളെ കുറിച്ചുള്ള ഒരു എന്താ പറയണ്ടേ വ്യക്തമായ അവരുടെ സാക്ഷ്യത്തെ ബോധ്യപ്പെടുത്തുകയും അവരുടെ ശുശ്രൂഷയിൽ അവരെങ്ങനെയാണെന്ന് അവരെ ഒരു വാക്ക് പറയുമ്പോൾ അതൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഞാൻ എന്തിനിങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു സ്വഭാവം വെച്ച് നമ്മുടെ ഒരു മനുഷ്യ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യണോ നിങ്ങൾ ഇച്ഛിക്കുന്നോ അത് നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. അതാണ് എന്താണ് ഗോൾഡൻ ലോ, സുവർണ നിയമം. മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യണോ നിങ്ങൾ ഇച്ഛിക്കുന്നോ അത് നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. എന്നെ ഒരാൾ ബലപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവരെ മറ്റുള്ളവരെ ബലപ്പെടുത്തണം. എന്നെ ഒരാൾ ഇത് നമുക്കെല്ലാം നമ്മൾ റിസീവേഴ്സ് ആകാനാണ് കൂടുതലും ശ്രമിക്കുന്നത്. ഗിവേഴ്സ് ആകുക എന്നുള്ളത് ഈ ഒരു മനോഭാവം ഉള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എനിക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്നെ ഒരാൾ ചീത്ത പറയുന്നില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ആരെയും ചീത്ത പറയാൻ പാടില്ല. എന്നോട് ഒരാൾ തിന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനും ആർക്കും തിന്മയായിട്ട് മാറി നിന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മാറി നിന്നിട്ട് എന്നെ കുറിച്ചൊരു ഒരു വർത്തമാനം ഒരു തെറ്റായ അഭിപ്രായം ആരും പറയല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്റെ അടുത്ത് ഒരാൾ മാറിപ്പോയി കഴിഞ്ഞാൽ അവരെ കുറിച്ച് മോശമായ ഒന്നും പറയാൻ ഞാൻ പാടില്ല. ഞാനത് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ 3-4 പേരുന്ന് സംസാരിച്ചിട്ട് ഞാൻ അങ്ങ് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവമേ എന്നെ കുറിച്ച് ഞാൻ മാറിക്കഴിഞ്ഞിട്ട് കുറ്റമൊന്നും പറയില്ല ദൈവമേ എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പൊ അപ്പോഴാണ് നമുക്ക് ആ സുവർണ നിയമം നടപ്പിലാക്കാൻ പറ്റുന്ന. ആ ഗോൾഡൻ ലോ ആണത്. കർത്താവ് ഭയങ്കര കുറിക്കൊള്ളുന്ന നിയമമാണ് കൊടുത്തത്. അതെ, ഒരു തരത്തിൽ നമുക്ക് എന്താ ഇവിടുത്തെ ഭാഷ ഞാൻ കേട്ടിട്ട് ഉളിയൂരിപ്പാൻ പറ്റാത്ത അത് ഇടത്തായി വന്നിട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും വഴുതി മാറാൻ പറ്റാത്ത നിയമങ്ങളാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ കൊണ്ട് വെച്ചത്. അല്ലെങ്കിൽ അത് സ്നേഹത്തിന്റെ ഒരു നിയമമാണ്. അതൊരു എന്താ പറയുക ഒരു അടിച്ചേൽപ്പിക്കലല്ല. പക്ഷെ പലപ്പോഴും ഈ സുവർണ നിയമങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും ഈ കൽപ്പനകളൊക്കെ നമുക്കുണ്ടെങ്കിലും നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയായി തീരുമെന്നറിയോ? എന്നെ ബലപ്പെടുത്തിട്ട് ഞാൻ തളർന്നിരിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, എന്നെ ഒന്ന് വിളിക്കട്ടെ, എന്നെ ഒന്ന് അന്വേഷിക്കട്ടെ. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ചിന്താഗതിക്ക് അങ്ങനെ ഒരു പക്ഷേ എപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന ആ മനോഭാവത്തിലേക്ക് കടന്നു വരാൻ വളരെയധികം നമുക്ക് എഫോർട്ട് ഇടേണ്ടതായിട്ട് വരും. എനിക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നുവോ അത് ഞാൻ അവർക്ക് അതിനകത്തെ എല്ലാ ന്യായപ്രമാണവും അടങ്ങിയിരിക്കണം. അത്രമാത്രം അത് എളുപ്പമുള്ള ഒരു കാര്യമേ അല്ല. ഞാൻ എന്തിനത് പറയാൻ ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ വ്യക്തികൾക്കുള്ള സ്ഥാനം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഇത്രയും തിരക്കുള്ള ഇത്രയും ബിസിയായ അതുകൊണ്ട് നമുക്കൊക്കെയാണ് ഒരു നല്ല അസുഖം വന്നാൽ നമ്മൾ ആ നിമിഷം എന്താ പറയണ്ടേ എല്ലാം മറക്കും, എല്ലാരെയും മറക്കും. നമുക്കൊരു നല്ല തിരക്ക് വന്നാൽ പിന്നെ നമ്മൾ എന്തോ പറഞ്ഞ ആരോട് എന്ത് പറയുന്നെന്ന് പോലും ചിലപ്പം ബോധമില്ലാത്തവരായി പോകുന്ന സ്വഭാവം നമുക്കുണ്ട്. പക്ഷെ ഇത്രയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഇത്രയും സഭയുടെ ഭാരമുള്ള മനുഷ്യൻ, ഇത്രയും തിരക്കുള്ള മനുഷ്യൻ, അത് പോരാഞ്ഞിട്ട് കാരാഗൃഹത്തില് അടയ്ക്കപ്പെട്ടിരിക്കുന്ന വിചാരണ നേരിടാൻ പോകുന്ന ഈ അപ്പോസ്തലന്റെ ഹൃദയത്തിൽ തന്നെ ശുശ്രൂഷിക്കുന്നതിനെയും തന്റെ വർക്കേഴ്സിനെ സഹപ്രവർത്തകരെ കുറിച്ചുള്ള സ്നേഹവും സ്ഥാനവും ബഹുമാനവും ആദരവും എത്ര എന്താ പറയണ്ടേ യുണിക്കായിട്ടാണ്, എത്ര അതുല്യം ഓരോരുത്തരെയും വെച്ച് തനിക്ക് തന്റെ ഹൃദയത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനവും അവർ തനിക്ക് ചെയ്യുന്നതിനെ കുറിച്ച് അത് സഭകളെ കുറിച്ച് പൊതുവായി പറയുകയും വ്യക്തികളെ കുറിച്ച് വ്യക്തിപരമായി പറയുവാനും അപ്പോസ്തലൻ മനസ്സുള്ളവനായിരുന്നു. എൻകറേജ് ചെയ്യാൻ അല്പം പോലും പിശുക്ക് കാണിച്ചിരുന്നില്ല. നമുക്ക് പലപ്പോഴും ഒരു ചിന്തയുണ്ട്, ഞാൻ എന്റെ ഭാര്യയെ ഒന്ന് എൻകറേജ് ചെയ്താൽ അവൾ അങ്ങ് നിഗളിച്ചു പോകും, ഞാൻ എന്റെ ഭർത്താവിനെ ഒന്ന് എൻകറേജ് ചെയ്താൽ അദ്ദേഹം അങ്ങ് നിഗളിച്ചു പോകും, പിന്നീട് ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. അല്ലെങ്കിൽ എന്റെ ഭാര്യയെ ഞാനൊന്ന് എൻകറേജ് ചെയ്താല് പിന്നീട് അത് എന്താ പറയട്ടെ പുകഴ്ചയ്ക്ക് പ്രശംസയ്ക്ക് കാരണമാവും, അഹങ്കരിച്ചു പോകും. ഇങ്ങനൊക്കെ എനിക്കറിയില്ല, നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതികൾ വ്യത്യസ്തമാണ്. പക്ഷെ എന്നോട് നിങ്ങൾ വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ പറയും, കർത്താവ് സമയാസമയങ്ങളിൽ തരുന്ന എൻകറേജ്മെന്റും എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന തുണ, എനിക്ക് തരുന്ന എൻകറേജ്മെന്റ് എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കത്തില്ല, ഞാൻ കർത്താവിൽ കാണത്തുപോലുമില്ലായിരുന്നു.
ജീവിതത്തിലെ ഭാരങ്ങൾ കൊണ്ടോ അപകർഷതാ ബോധം കൊണ്ടോ ദൈവം നടത്തുന്ന വഴികളിൽ ദൈവം അനുവദിക്കുന്ന ദുഷ്കീർത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ ദൈവം അനുവദിക്കുന്ന താഴ്ചകൾ കൊണ്ടോ ഒക്കെ ഇടറിപ്പോകാമായിരുന്ന, സ്വയം ത്യജിച്ച്, സ്വയം എന്താ പറയണ്ടേ പഠിച്ച്, സ്വയം വിധിച്ച് ദൈവത്തിന്റെ ഉപകാരങ്ങളെയൊക്കെ മറന്നങ്ങ് പോയിട്ട് ദൈവത്തിന് കൊള്ളരുതാത്തൊരു പാത്രമായി, ഒരു ഹീനപാത്രമായി തീരാമായിരുന്നു. പക്ഷെ അങ്ങനെ തീരാതെ തന്റെ വചനം കൊണ്ട് ദൈവം നടത്തുമ്പോൾ തന്നെ അതിന് സമാന്തരമായി ദൈവം എന്ത് ചെയ്യണം, കർത്താവ് തന്നെ എൻകറേജ് ചെയ്യുന്നു. അതിന് ദൈവം വ്യക്തികളെ ഉപയോഗിക്കും, നമ്മുടെ ജീവിത എന്താണ് പങ്കാളികളെ ഉപയോഗിക്കും. അവിടൊക്കെ നമ്മൾ ഒരിക്കലും പിശുക്കരായി തീരാൻ പാടില്ല. വ്യക്തികളെ വിലയിരുത്തി അവരെ ധൈര്യപ്പെടുത്തേണ്ടിടത്ത്, അവരുടെ വ്യക്തിത്വത്തിന് വാല്യൂ കൊടുക്കേണ്ടിടത്ത് നമ്മൾ കൊടുത്താൽ ദൈവം നമുക്ക് നീതിയായി കണക്കിടും. കാരണം ദൈവത്തിന്റെ സ്വഭാവം അതാ. അവിടെ നമ്മൾ പിശുക്ക് കാണിക്കല്ലേ. കോപിക്കാൻ നമ്മൾ മുന്നിലും സ്നേഹിക്കാൻ പിന്നിലുമായി പോകരുത്. കുറ്റം പറയാൻ വേഗത്തിലും ഒരു നല്ല ഗുണം പറയാൻ ഒത്തിരി താമസമായി പോകരുത്. കേൾപ്പാൻ വേഗതയും പറയാൻ താമസവുമാണ് വചനം പഠിപ്പിക്കുന്നെങ്കിൽ പലപ്പോഴും കേൾക്കാൻ താമസവും പറയാൻ വേഗതയാണ് നമുക്കുള്ളത്. നമ്മെ തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം, നമുക്ക് കേൾപ്പാൻ ക്ഷമയില്ല, പക്ഷെ പറയാൻ നമുക്ക് തിടുക്കമാണ്. ഒരാൾ ഒരു കാര്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പേ നമ്മൾ ഉടനെ അതിന്റെ ബാക്കി പറയും. അവരെ പൂർണ്ണമായി ഒന്ന് കേൾക്കാൻ, അവര് പറഞ്ഞു തീരുന്നത് വരെ അതൊന്ന് സഹിഷ്ണുതയോടെ കേട്ടിട്ട് അവരോട് താതാത്മ്യപ്പെടണമെങ്കിൽ അതിന് ക്രിസ്തുവിന്റെ മനോഭാവം ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. അത് അപ്പോസ്തലനായ പൗലോസ് ഓരോരുത്തരെയും ഉൾക്കൊണ്ടിരുന്ന തന്റെ ഹൃദയത്തിൽ. അത് യഹൂദന്മാരായിക്കോട്ടെ, അത് ജ്യൂസ് ആയിക്കോട്ടെ, ഗ്രീക്ക് ആയിക്കോട്ടെ, അത് യവനായ പശ്ചാത്തലത്തിൽ വന്നവരായിക്കോട്ടെ, യഹൂദ പശ്ചാത്തലത്തിൽ വന്നവരായിക്കോട്ടെ, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി, അവരുടെ മുൻകാല ചരിത്രം അത് എത്ര ദുഷ്കീർത്തി നിറഞ്ഞ ആയിക്കോട്ടെ, പക്ഷെ ഇന്ന് അവര് കർത്താവിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ അവരെ പരിചയപ്പെടുത്തുവാനും അവരെ കമന്റ് ചെയ്യുവാനും അപ്പോസ്തലന് തെല്ലും പിശുക്കില്ലായിരുന്നു, തെല്ലും മടിയില്ലായിരുന്നു. എൻകറേജ് ചെയ്യുന്നതിൽ, അതായത് ജീവിതത്തിന്റെ ഏത് ദുഷ്കരമായ സാഹചര്യത്തിലും തന്നെ സഹായിക്കുന്നവരെ തിരിച്ചറിയുവാനും അവരെ ധൈര്യപ്പെടുത്തുവാനും അവരെ ബലപ്പെടുത്തുവാനും തനിക്ക് വാക്കുകൾ ഉണ്ടായിരുന്നു, തനിക്ക് ബന്ധമുണ്ടായിരുന്നു. താൻ അതിൽ മുൻഗണന കൊടുത്തിരുന്നു. അത് ഈ വായിക്കുന്ന കാര്യങ്ങളെ വെച്ചു നോക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റി പറയാതിരിക്കാൻ കഴിയത്തില്ല. നമ്മൾക്ക് ചിന്തിക്കേണ്ടതായ വളരെ ഒരു ആവശ്യമുണ്ട്. നാം വാസ്തവത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു എങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഡിവോട്ടഡ് ആകണം, എങ്ങനെ പ്രയറിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അത് നമ്മുടെ ഒരു എന്താ പറയുക, നാം വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിമിനകത്ത് നാം കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളും കണ്ടെത്തേണ്ടതായ നേടേണ്ടതായ കാര്യങ്ങളുടെയും ഒരു ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്, നന്ദി പറയേണ്ടത്, അതോ ദൈവം ആഗ്രഹിക്കുന്ന ആ അടിസ്ഥാനം നിന്നുകൊണ്ടാണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞ പോലെ ഇന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണം ചിന്തിക്കാൻ. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ ജീവിത പങ്കാളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ സഭയെ മനസ്സിലാക്കിക്കൊണ്ട് എൻകറേജ് ചെയ്യേണ്ടവരെ എൻകറേജ് ചെയ്യാനും ധൈര്യപ്പെടുത്തുന്നവരെ ധൈര്യപ്പെടുത്തുവാനും ഉത്സാഹിപ്പിക്കേണ്ടവരെ ഉത്സാഹിപ്പിക്കാനും കൂടെ നിൽക്കുന്നവരുടെ വില മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന പ്രചോദനം കൊടുക്കുവാനും അവരുടെ ജീവിതത്തെ ഒന്നും കൂടെ മെച്ചപ്പെടുത്തുവാനും നമ്മുടെ വാക്കുകൾക്ക് കഴിയും, നമ്മുടെ സാന്നിധ്യത്തിന് കഴിയും, നമ്മുടെ എൻകറേജ്മെന്റ് കമന്റേഷനും കഴിയുമെന്നുള്ള വ്യക്തമായ ബോധ്യം ഈ തിരുവചനചിന്തയിലൂടെ നമുക്ക് ഉണ്ടാകണമെന്ന് കർത്താവ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്റെ ഹൃദയത്തിൽ ഞാൻ ആ ദൈവവചന ചിന്തകളിലൂടെ കടന്നു പോയപ്പോൾ ഉണ്ടായ ഒരനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മള് ജീവിതത്തിൽ എന്താ പറയണ്ടേ, സമ്പത്തിൽ മാത്രം അല്ലെങ്കിൽ ഇപ്പൊ ധനത്തിൽ മാത്രം നമ്മൾ സമ്പന്നരാകാൻ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. ധനത്തിൽ സമ്പന്നരാകണം, അതാണ് സമ്പന്നത എന്നാണ് ലോകം കണക്കാക്കുന്നത്. പക്ഷെ യേശു ക്ഷമയിൽ സമ്പന്നനായിരുന്നു, യേശു സ്നേഹത്തിൽ സമ്പന്നനായിരുന്നു, അപ്പോസ്തലന്മാർ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു തലമുറയ്ക്കാകെ പണം എന്നൊരു വിഷയത്തിൽ മാത്രമാണ് റിച്ച്നെസ് അവർ കണ്ടെത്തുന്നത്. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്, അതാണ് ഏറ്റവും വലിയ മാനം, അതാണ് ഏറ്റവും വലിയ ഒരു നിലയും വിലയും വേണമെങ്കിൽ പണം വേണം, പണത്തിന്മേൽ പരുന്തും പറക്കത്തില്ല. ഇങ്ങനെയുള്ള നാട്ടിലെ കുറെ ചൊല്ലുകളും മനുഷ്യൻ വില തരുന്ന, പക്ഷെ വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ സമ്പന്നനാകേണ്ട ഒരു ആത്മീകന്റെ സമ്പന്നത ദൈവ വിഷയത്തിൽ അവൻ സമ്പന്നനാകണം. ക്ഷമയിൽ അവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ക്ഷമയിൽ അവൻ സമ്പന്നനാകണം. മറ്റെന്ത് ജീവിതത്തിൽ ഞാനിപ്പോ പറഞ്ഞ പോലെ ഒരാളെ കേൾക്കുന്ന വിഷയത്തിൽ നമ്മൾ സമ്പന്നരാകണം. ഉപദേശിക്കാൻ വരട്ടെ, അഭിപ്രായം പറയാൻ വരട്ടെ, വിധിക്കാൻ വരട്ടെ, അതെ അതിനു മുമ്പ് അവരെ കേൾക്കുവാൻ, ആഴമായി കേൾക്കുവാൻ, സമയമെടുത്ത് കേൾക്കുവാൻ, അവരെങ്ങനാണോ നമ്മളെ
പോലെ അവരെ ആക്കി തീർത്തിട്ടല്ല, നമ്മുടെ ഒരു വിചാരത്തിലേക്കും നമ്മുടെ ഒരു ഇഷ്ടത്തിലേക്കും അവരെ മോൾഡ് ചെയ്തിട്ടല്ല, അവരെങ്ങനെ ആയിരിക്കുന്നു അതുപോലെ അവരെ കേൾക്കുവാൻ. ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അതിന് പൂർത്തീകരിക്കാൻ അവസരം കൊടുക്കണം. ഒരാൾ സംസാരിച്ച് തീർന്നിട്ട് നമുക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാകുമ്പോൾ മാത്രം സംസാരിച്ചാൽ മതി. അങ്ങനെ ശീലിക്കണം. ഒരാൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതിന് മുമ്പേ പറയാൻ തുടങ്ങല്ലേ. ആരാണോ അവിടെ സംസാരിക്കാൻ ആഗ്രഹിച്ച് അവരെക്കാണ് അവസരം കൊടുക്കേണ്ടത്. നമുക്ക് ഒത്തിരി അവരെക്കാൾ അനുഭവം കാണും, അനുഭവ പരിചയം കാണും, പരിചയ സമ്പന്നത കാണും. നമ്മൾ അവരെക്കാൾ വചന ജ്ഞാനമുള്ളവരായിരിക്കും, വിശ്വാസത്തിൽ പാരമ്പര്യമുള്ളവരായിരിക്കും. നമ്മൾ അവരെക്കാൾ ഒത്തിരി ദൈവത്തെ ഉപയോഗിക്കും. ഇതൊന്നും ഒരു മാനദണ്ഡമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പക്വതയാണ്, നമ്മുടെ ജീവിതത്തിൽ വേണ്ട പരിശീലനമാണത്. നമ്മുടെ അറിവുകളെ എവിടെയും എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയല്ല, ഉപദേശങ്ങൾ എവിടെയും കൊടുക്കാൻ. ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും, ഒരു വലിയ ആളാണെങ്കിൽ പോലും, ആണോ പെണ്ണോ ചെറുതോ വലുതോ ആയിക്കോട്ടെ, ആദ്യം നമുക്കുണ്ടാകേണ്ട ശീലം അതാണ്, കേൾക്കുവാൻ. അതെ, ആ വേഗത എന്ന് പറഞ്ഞാൽ വേഗത്തിൽ കേട്ടിട്ട് പറയാന്നുള്ളതല്ല, വളരെ ശ്രദ്ധയോടെ ഒരാളെ കേൾക്കുവാൻ. അവന് പറഞ്ഞു തീരുന്നത് വരെ 1000 അഭിപ്രായങ്ങൾ ഉള്ളിൽ തിങ്ങി വന്നാലും മിണ്ടരുത്. മുഴുവനായിട്ട് അവരെ കേൾക്കണം. ഇടയ്ക്ക് കയറി ഇന്റർഫിയർ ചെയ്യരുത്, ഇന്ററപ്റ്റ് ചെയ്യരുത്. അത് ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, സഭയിലെ സഹോദരങ്ങളായിക്കോട്ടെ, ആരാണെങ്കിലും, കൂട്ടുകാരായിക്കോട്ടെ, ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരായിക്കോട്ടെ, ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ, നമ്മൾ മുമ്പേ പറഞ്ഞേ, ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു എൻ്റർ ഇൻ ടു ദെയർ ലൈഫ്. അതൊരു അവസരമാണ്. നമ്മുടെ ആൾക്കാരിൽ ഞാൻ പലപ്പോഴും കണ്ടേക്കുന്ന ഒരു പ്രശ്നമാണ്, എല്ലാവർക്കും എല്ലാം അറിയാം, ആർക്കും ആരെയും കേൾക്കാൻ മനസ്സില്ല. പിന്നെ പറയാനാണെങ്കിൽ എന്റെ പൊന്നോ, അതെല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ഒരാളെ ക്ഷമയോടെ കേൾക്കുക, അതിനകത്ത് ശരിയും തെറ്റും അല്ല ഇവിടെ മനസ്സിലാക്കണ്ടേ. ശരിയും തെറ്റും ഒന്നുമല്ല. അങ്ങനെയാണ് കർത്താവ് കൂടെ നമ്മുടെ ശരിയും തെറ്റും എടുത്താൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശം കിട്ടുമോ? കർത്താവ് നമ്മുടെ ശരിയും തെറ്റും രാവിലത്തെ ജീവിതത്തിന്റെ അങ്ങോട്ട് എടുത്തിട്ട് ചെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പറയും, പ്രാർത്ഥിക്കാൻ വരട്ടെ, ഞാൻ നിന്റെ ശരിയും തെറ്റും. നമ്മുടെ ശരിയും തെറ്റുമാണോ കർത്താവ് നോക്കുന്നത്? നമ്മളെന്ന വ്യക്തിയെ കേൾക്കുവാൻ, നമ്മളെന്ന വ്യക്തിയെ എന്താ പറയണ്ടേ, കാത് കൂർപ്പിച്ച് കേൾക്കുവാൻ, ഞാൻ പറയുന്ന ആ ഫീലിങ്സ് അതുപോലെ ഒപ്പിയെടുക്കാൻ, നമ്മുടെ നെടുവീർപ്പുകൾ പോലും അത് ഏത് വോളിയത്തിലാണ്, എത്ര എന്താ പറയണ്ടേ ഇടവിട്ടാണ് ഒരു ഹൃദയം ഇടിക്കുന്നതിന്റെ ഇടവേള എങ്ങനെയാണെന്ന് അറിയുന്ന പോലെ ഒരു ദൈവ പൈതൽ ദൈവസ്ഥലിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ ആ ദൈവ പൈതലിന്റെ നെടുവീർപ്പുകളുടെ ആഴമളക്കുന്ന, ഉൾപ്പൂകളെ ആരായുന്ന, അന്തരംഗങ്ങളെ ശോധന ചെയ്യുന്ന, പറയുന്ന വാക്കുകൾ, ഒഴുക്കുന്ന കണ്ണുനീർ, അതിനെ വ്യക്തമായി അറിയുന്ന, കേൾക്കുവാൻ മനസ്സുള്ള, എന്നെ കേൾക്കുന്നു എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാ എനിക്ക് ദൈവസന്നിധിയിൽ കരയാനും പ്രാർത്ഥിക്കാനും പറ്റുന്നത്. നാം എന്നെ കേൾക്കുന്നതിന് മുമ്പ് കർത്താവ് സംസാരിച്ചു തുടങ്ങിയാലോ? ഒരാളെയും കേൾക്കാൻ നമുക്ക് സമയമില്ല, നമ്മൾ ഭയങ്കര ബിസിയാ. നമുക്ക് എല്ലാം പറയാനാ ഇഷ്ടം, ഉപദേശിക്കണം, അഭിപ്രായം പറയണം, പിന്നെ ഒറ്റവാക്കി പറയാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കും. കാരണം എന്നറിയോ, ടൈം ഈസ് ഈക്വൽ ടു ലൈഫാണ്. ഒരാൾക്ക് സമയം കൊടുത്താൽ അതിന്റെ അർത്ഥം ജീവിതമാണ് കൊടുക്കുന്നേ. ജീവിതം കൊടുക്കാനില്ല, സമയം കൊടുക്കാനില്ല, പിന്നെന്തുവാ, എല്ലാം ഒറ്റവാക്കിൽ. പക്ഷെ അപ്പോസ്തലൻ സമയവും കൊടുത്തിരുന്നു, ജീവിതവും കൊടുത്തിരുന്നു. തനിക്ക് വേണ്ടി സമയവും ജീവിതവും കൊടുത്തവരെ താൻ ഓർക്കുന്ന വരികളാണ് ഇതൊക്കെ. അദ്ദേഹത്തിന് ഇത്രയും കലങ്ങി മറിഞ്ഞൊരു അന്തരീക്ഷത്തിൽ വ്യക്തികളെ കമന്റ് ചെയ്യാമെങ്കിൽ, ഗ്രീറ്റ് ചെയ്യാമെങ്കിൽ, ഇൻസ്ട്രക്ട് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിയത്തില്ല? അതുകൊണ്ട് ഈ ആമുഖ ഭാഗത്ത് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നത് ഞാനങ്ങ് പറയുകയാണ്. ആരും വിചാരിക്കരുത് ഈ കേൾക്കുന്നത് അത്ര നല്ല ശീലമല്ലെന്ന്. കേൾക്കണം. കർത്താവ് നമ്മളെ കേൾക്കുന്ന പോലെ അത് അനേകരുടെ ഹൃദയങ്ങളെ തണുപ്പിക്കും. എന്നിട്ട് നാം സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് നമ്മൾ പറയുന്ന കേൾക്കാനുള്ള മനസ്സുണ്ടാകും. ആര് സംസാരിക്കുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു തീരാതെ ബാക്കി പറഞ്ഞു തുടങ്ങരുത്. അവർ പൂർത്തീകരിച്ചെന്ന് ബോധ്യം വന്നിട്ട് വേണം നാം പറഞ്ഞു തുടങ്ങാൻ. അവർ പറഞ്ഞു തീർന്നു എന്ന് ബോധ്യം അല്ല, ഇടയ്ക്ക് എന്തെങ്കിലും കയറി പറയണമെങ്കിൽ അവരോട് എക്സ്ക്യൂസ് ചോദിക്കണം. ക്ഷമിക്കണം, ഞാൻ ഇടയ്ക്ക് കയറി ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്റെ ഹൃദയത്തിൽ അത് ഇപ്പം പറയണം ഇല്ലേ എന്ന് പറ. ഈ ഒരു മാനേഴ്സ്, ഈ ഒരു മര്യാദ, ആത്മീക മര്യാദ, ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ്, ഇത് ക്രൈസ്റ്റിന്റെ സ്റ്റാൻഡേർഡാ, ക്രിസ്തുവിന്റെ നിലവാരമാ, അത്യുന്നതനായ കർത്താവിന്റെ ഒരു മാന്യതയത്.
ആ മാന്യത തന്റെ മക്കളും പുലർത്തട്ടെ. 7-ാം വാക്യം, എന്റെ അവസ്ഥയൊക്കെ കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. ഒന്നാമത്തെ ആള് തിഹിക്കോസ് എന്ന മനുഷ്യൻ, എന്ന സഹോദരൻ. അവൻ 7 തൊട്ട് 9, 7, 8, 9 വാക്യം, 7, 8 വാക്യം തിഹിക്കോസിനെ കുറിച്ച് പറയുന്നു. എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങൾ ഒരുത്തനായ ഒനോസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. അപ്പൊ ഒന്നാമത്തെ ആള് ഫൈനൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗ്രീറ്റിംഗ്സ് ആൻഡ് കമൻഡേഷൻ ഓഫ് കോവർക്കേഴ്സ്. അതിനകത്ത് ഒരു കത്തെഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇനി എന്താന്ന് ചോദിക്കുമ്പോൾ അതെ കൊടുത്തുവിടുന്ന ആളെ മറക്കാത്ത പൗലോസ്. അവരെ കുറിച്ച് താൻ പറയുന്ന ഒരു വാക്കിന് വലിയ വിലയാ. കാരണം ഫിലോമോൻ എന്നെ എഴുതിയ ലേഖനം തിരുവചനത്തിന്റെ ഏടുകളിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അത് അപ്പോസ്തലൻ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു വ്യക്തിയെ കമന്റ് ചെയ്ത് ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിച്ച വാക്കാണ് ഫിലോമോൻ എഴുതിയ ലേഖനം. വലിയ നമ്മളോർക്കോ പിന്നെ അതൊക്കെ ഉണ്ടോ? ഉണ്ട്, വലിയ വാല്യൂ ഉണ്ട്. ഉപദേശങ്ങളാൽ നിറഞ്ഞ കൊലോസ്യ ലേഖനം, ദുരുപദേശങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന കൊലോസ്യ ലേഖനം, ക്രിസ്തുവിനെ, അത്യുന്നതനായ ക്രിസ്തുവിനെ, സുപ്രീം ക്രൈസ്റ്റിനെ പ്രീ എമിനന്റ് ആയി അത് ഉയർത്തുന്ന കൊലോസ്യ ലേഖനം, സഭയുടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന കൊലോസ്യ ലേഖനം, ദൈവിക മർമ്മങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്ന കൊലോസ്യ ലേഖനം, പ്രാർത്ഥനയിൽ എങ്ങനെ ഡിവോട്ടഡ് ആകണം എന്നെഴുതിയിരിക്കുന്ന കൊലോസ്യ ലേഖനം, പുതിയ മനുഷ്യന്റെ പുതിയ ജീവിതത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തുന്ന കൊലോസ്യ ലേഖനം. ആ കൊലോസ്യ ലേഖനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ അപ്പോസ്തലൻ മറക്കാതെ ചില വ്യക്തികളെ കമന്റ് ചെയ്തു. പ്രിയരെ, ജീവിതത്തിലേത് പ്രധാനമായ ശുശ്രൂഷകൾ നമ്മളായിരുന്നാലും, നമ്മൾ തിരക്കിലായിരുന്നാലും, ദൈവം നമ്മളെ എത്ര ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്താൻ ഉപയോഗിച്ചാലും, ഉപദേശങ്ങൾ ശക്തമായി പ്രസംഗിക്കുവാനും ദുരുപദേശങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോഴും, മർമ്മങ്ങളെ വിളിച്ചു പറയുവാനും ദൈവിക ജ്ഞാനത്തിന്റെ ആ ശുശ്രൂഷ വെളിപ്പെടുത്തുവാനും ശുശ്രൂഷരാക്കി കൊടുക്കുമ്പോഴും, അത്യുന്നതനായ ക്രിസ്തുവിനെ ഉയർത്തുവാൻ നമ്മളെ ഉപയോഗിക്കുമ്പോഴും, പുതിയ മനുഷ്യൻ ആരെന്നും പുതിയ മനുഷ്യന്റെ ജീവിതം എന്തെന്നും വെളിപ്പെടുത്തുമ്പോഴും അവിടെയും ആർക്ക് സ്ഥാനമുണ്ടെന്നറിയാവോ? കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തവർക്ക് സ്ഥാനമുണ്ട്. അത് കർത്താവിന്റെ ഹൃദയത്തിലുമുണ്ട്, തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലും. ആരാണ് ഈ തിഹിക്കോസ്? A beloved brother and a faithful helper. പ്രിയ സഹോദരൻ, വിശ്വസ്ത ശുശ്രൂഷകൻ. നമ്മളിപ്പോ ഇത് വായിക്കുമ്പം നമുക്ക് വലിയ കുളിര് കോരത്തില്ല. കാരണം എന്താ വെച്ചാൽ തിഹിക്കോസിനെ, പക്ഷെ ഇങ്ങനൊന്ന് നമ്മളുടെ പേരവരോട് ചേർത്ത് വെച്ചേ അറിയാതെ കുളിര് കോരും. ഒരു പ്രത്യേക, അത് ഒരു പ്രശംസയല്ല, അതൊരു എൻകറേജ്മെന്റാ. കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ, ഞാൻ പേര് പറയുന്നില്ല, കാരണം ഞാൻ പേര് പറഞ്ഞാലും പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. നമ്മുടെ പേര് അവളോട് ചേർത്തങ്ങ് വെച്ചാൽ മതി. അതിന് എൻകറേജ്മെന്റ് ആണോ ഇല്ലയോ എന്ന് നാം തന്നെ ശോധന ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ശുശ്രൂഷകർ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അവരങ്ങനെ നമ്മളെ കമന്റ് ചെയ്യുമ്പോൾ, അതായത് മുഖപ്രശംസ നടത്താത്ത വ്യക്തികളെ പ്രശംസിക്കാത്ത, മുഖപക്ഷമില്ലാത്ത, കർത്താവിനെ നേരോടെ സേവിക്കുന്ന ഒരു ശുശ്രൂഷകൻ, അല്ലാത്തൊരു കാര്യം ഞാൻ പറയുന്നില്ല, ഒരു ശുശ്രൂഷകൻ തന്റെ കോവർക്കേഴ്സിനെ, സഹപ്രവർത്തകരെ, സഹവിശ്വാസികളെ ഇങ്ങനെ സംബോധന ചെയ്താൽ, ഇങ്ങനെ കമന്റ് ചെയ്താൽ, അറിയാതെ സന്തോഷം കൊണ്ട്, അതൊരു എന്താ പറയണ്ടേ, ഒരു അഹങ്കാരമല്ല, അവിടെ ഉള്ളിനകത്തേക്കൊരു തണുപ്പാ. കാരണം ക്രിസ്തുയേശുവിൽ നാം ചെയ്യുന്ന വേല ആരെ സഹായിക്കുന്നു, ആരോടൊപ്പം ആയിരിക്കുന്നു, അവര് തിരിച്ചറിയുന്നു. എന്റെ കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. അപ്പം ഇദ്ദേഹം വിശ്വാസയോഗ്യമായ, വിശ്വസിപ്പാൻ യോഗ്യമായ ഒരു സഹപ്രവർത്തകനായിരുന്നു ആദിമസഭയിലെ. പോൾസ് പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. പൗലോസിന്റെ പേഴ്സണലായ ഒരു തന്റെ പ്രതിനിധിയായി അയക്കുന്ന വ്യക്തിയായിരുന്നു.
he is the one who carries this letter to Colossia and also another letter to the Ephesian church. കൊലോസ്യ സഭയിലേക്കും എഫെസ് സഭയിലേക്കും കത്ത് കൊടുത്തുവിട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് അപ്പോസ്തലന് വിശ്വാസമുണ്ടായിരുന്നു. he is able to inform them accurately of his situation. ഇവിടെ ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ അത് അതുപോലെ, അതാണ് ഏറ്റവും വലിയൊരു വിഷയം. ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടുപേര് സംസാരിക്കുന്ന ഒരു കാര്യം ഇതിൽ ഒരാൾ മൂന്നാമതൊരാളോട് പറയുമ്പോ ആ സംസാരിച്ച രീതിയും ഭാവവും അല്ല പറയുമ്പോ മൂന്നാമത് പറയുന്ന ആള് തങ്ങളുടേതായ ഇച്ചിരി പൊടുപ്പും തൊങ്ങലും കൂടെ അതിനകത്ത് ഒന്നുകിൽ ഗൗരവമായ ഒരു കാര്യം ലൈറ്റായി പറയും, ഇല്ലെങ്കിൽ ലൈറ്റായ ഒരു കാര്യം ഗൗരവമായി പറയും. പക്ഷെ അപ്പോസ്തലൻ പറയും, എനിക്ക് ഉറപ്പുണ്ട് ഇവരെ കുറിച്ച്, ഞാൻ എന്തവരോട് പങ്കുവെക്കുന്നോ, ഞാൻ എങ്ങനെ ഇവിടെ ആയിരിക്കുന്നോ അതുപോലെ പങ്കുവെക്കാൻ ഉള്ള അവസ്ഥ, ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയല്ല, ഇല്ലാത്തൊരവസ്ഥയല്ല, എന്താണോ ഞങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ അത് അതുപോലെ നിങ്ങളോട് അറിയിപ്പാൻ പ്രാപ്തരായവരെയാണ് നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. നാം പറയുമ്പോൾ അതുള്ള അവസ്ഥയായിരിക്കണം. അതിനകത്ത് ഒന്നും നമ്മുടെ ഒരു സ്വഭാവ സംസാര ശൈലി പോലും ഒരു കാര്യം അവതരിപ്പിക്കുമുണ്ടാകാൻ പാടില്ല. ഒരു സംഭാഷണം നമുക്ക് അല്ലെങ്കിൽ നമ്മളോട് അറിയിക്കാനോ പങ്കുവെക്കാനോ നമുക്ക് ഒരാവശ്യം വന്നാൽ നമ്മളെ അയക്കുവാൻ തക്കവണ്ണം നമ്മൾ വിശ്വാസ യോഗ്യരായിരിക്കണം. സഹോദരി ഇന്നത് അവരോട് പോയി പറഞ്ഞാട്ട്, അല്ലെ സഹോദരൻ പറഞ്ഞാട്ട്, നിങ്ങളത് ചെയ്താട്ട് എന്ന് പറയുമ്പോൾ അയക്കുന്നവർക്ക് നമ്മൾ ട്രസ്റ്റ് വർത്തിയായിരിക്കണം. നാം ചെന്നൊരു കാര്യം പറഞ്ഞാൽ അതിനകത്തൊരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാകത്തില്ല, അതിനകത്ത് ഒരു പൊടിപ്പും തൊങ്ങലും കാണത്തില്ല, അതിനകത്ത് ഇല്ലാത്തത് കാണത്തില്ല, ഉള്ളതേ കാണത്തുള്ളൂ. പറയുമ്പോൾ അതിന്റെ ഗൗരവം ഉണ്ടായിരിക്കും. അത് ലളിതമാണെങ്കിൽ ലളിതം, അതെ ഗൗരവമരുന്നാണെങ്കിൽ അങ്ങനെ. ഇത്ര വിശ്വാസയോഗ്യരായിരുന്നു ഈ കൂട്ടുവേലക്കാർ. പലപ്പോഴും വാക്കുകളിലാണ് നാം പലരും തെറ്റിപ്പോകാറുള്ളത്. നമ്മുടെ സംസാര ശൈലി, ഒരാൾ പറയുന്ന രീതി. അതുകൊണ്ടാണ് കഴിവതും നമ്മൾ തീരുമാനിക്കുന്ന ഒരു കാര്യം ദൈവത്തെ ഓർത്ത് നമ്മൾ പറയേണ്ടാത്ത കാര്യം നമ്മൾ പറയുകയേ വേണ്ട, ഇത് ഏൽപ്പിച്ച കാര്യം ചെയ്താൽ മതി. കാരണം ഒരിക്കലും ഒരു സംഭവത്തെ നമുക്ക് അതുപോലെ നമ്മൾ പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥവും വേറൊരു രൂപവും വേറൊരു ഭാവവും ഉണ്ടായി പോകുന്നത് സർവ്വസാധാരണമാണ്. അത് നൈസർഗികമായ ഒരു സ്വഭാവമാണ്. പക്ഷെ ഒരു ദൈവിക സ്വഭാവം എന്ന് പറയുന്നത് അത് കൃത്യമായി കാര്യങ്ങളെ അവതരിപ്പിക്കുവാൻ, അതിനകത്ത് ആര് നമ്മളോട് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ റോൾ എന്താണോ അത് കൃത്യമായി ചെയ്യുവാനുള്ള ഗ്രേസ്, കൃപ നമുക്കുണ്ടായിരിക്കണം. നാം അത് ദൈവത്തിൽ നിന്ന് ചോദിച്ചു മേടിക്കണം. തനതായ നൈസർഗികമായ സ്വഭാവ ശൈലിയല്ല ആത്മീക ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ആ രീതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ദൈവികമായ ക്രിസ്തുവേശുവിന്റെ ഒരു ശൈലി നമ്മൾ അവലംബിക്കുവാൻ ദിനം തോറും എഫോർട്ട് ഇടണം. അങ്ങനെ ഇട്ട് അപ്പോസ്തലന്റെ ശുശ്രൂഷയിൽ തന്റെ വിശ്വസ്തരായി തീർന്ന ഒന്നിലധികം വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഏകദേശം 6, 7, 8 പേരെ പറയുന്നുണ്ട്. 8 പേരുടെ പേരാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഏകദേശം നമ്പർ ചെയ്തു വെച്ചേക്കുന്നത് അങ്ങനെയാണ്. അത് കൂടുതലുണ്ടെങ്കിൽ അന്നേരം ചിന്തിക്കാം. 8 പേരെ ഇവിടെ പറയുന്നുണ്ട്. അതില് ആദ്യം പറഞ്ഞ തിഹിക്കോസ് എന്ന ആ കർത്തൃദാസനെ കുറിച്ച് പറയുകയാണ്. അത് അദ്ദേഹം അപ്പോസ്തലനായ പൗലോസിന്റെ പ്രിയ സഹോദരനും വിശ്വസ്തനായ സഹായകനും ശുശ്രൂഷകനുമാണ്. വ്യക്തിപരമായി തനിക്കൊരു കാര്യം മറ്റുള്ളവരുടെ അറിയിക്കുവാൻ ധൈര്യമായി തന്നെ റെപ്രസെന്റ് ചെയ്യുവാൻ തനിക്ക് അയക്കാൻ സമ്മതിദായകൻ അല്ലെങ്കിൽ വിശ്വാസ യോഗ്യനായിരുന്ന വ്യക്തിയായിരുന്നു തിഹിക്കോസ്. കത്ത് കൊടുത്തുവിടുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ. ഇദ്ദേഹത്തെ കുറിച്ച് 2 തിമോത്തിയോസ് 4:12 പരാമർശിച്ചിട്ടുണ്ട്. 2 തിമോത്തിയോസ് 4:12 പറഞ്ഞിട്ടുണ്ട്, തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. 4:12 പറയുന്നുണ്ട് തിഹിക്കോസിനെ കുറിച്ച്. ഞാൻ അദ്ദേഹത്തെ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പൊ കൊളോസിലേക്ക് അയക്കുന്നു.
എഫെസസിലേക്ക് അയക്കുന്നു. വിശ്വസ്തനായി അപ്പോസ്തലന്റെ ഒരു പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് ആയി തന്നെ തീക്കോസ് നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ വ്യക്തി ഒനോസിമോസ്. ഞാൻ തീക്കോസിനെ നിങ്ങളിൽ ഒരുത്തനായ, അതായത് കൊലോസ്യ സഭയിലെ വിശ്വാസിയായിരിക്കുന്ന ഒനോസിമോസിനെ എന്ന വിശ്വസ്തനും, അതായത് ഒനോസിമോസ് എന്ന ഫിലോമോന്റെ ദാസനായ, വ്യാജം ചെയ്തല്ലെങ്കിൽ അവിശ്വസ്ത കാണിച്ച വഞ്ചകനായ ഒരു ഭൃത്യനെ, ക്രിസ്തുവിന്റെ മനോഭാവം ഇല്ലാത്ത ഒരാൾക്കും ഇങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങളിൽ ഒരു കൊലോസ്യ സഭയിലെ വിശ്വാസിയായി ഫിലോമോന്റെ ദാസനായ ഒനോസിമോസ് ഇപ്പൊ എവിടുത്തെ ഏത് ചർച്ചിലെ മെമ്പറാ? കൊലോസ്യ ചർച്ചിലെ മെമ്പറാ. നിങ്ങളിൽ ഒരുത്തനായ ഒനോസിമോസ് എന്ന, ഇപ്പൊ നമ്മൾ തീക്കോസിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാം, അവരെ കുറിച്ച് അങ്ങനൊന്നും പറയാൻ പാടില്ല. അവരുടെയൊക്കെ ചരിത്രം, പൂർവ്വ ചരിത്രം നമുക്കറിയാമല്ലോ, പൂർവ്വചരിത്രം. ഒനോസിമോസിന്റെ പൂർവ്വചരിത്രം അപ്പോസ്തലനായ പൗലോസ് അറിയുന്ന പോലെ വേറെ ആരും. പക്ഷേ ഇന്നത്തെ പൂർവ്വചരിത്രം മാറ്റി കർത്താവ്, പൂർവ്വചരിത്രം മാറ്റി പുതിയ സാക്ഷ്യം എഴുതി ചേർത്തു. ഒനോസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ആരായിരുന്നു ഒനോസിമോസ്? He was a runaway slave from Colossae who Paul converted in prison. കാരാഗൃഹത്തിൽ വെച്ച് പൗലോസ് വിശ്വാസത്തിലേക്ക് നയിച്ച ഫിലോമോന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയ ദാസനായിരുന്നു ഒനോസിമോസ്. അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന പ്രിയരെ, ഞാൻ എത്ര മാറിയാലും എന്നെ അംഗീകരിക്കത്തില്ല, ഒന്ന് മാറി നോക്കപ്പ അറിയാം. മാറാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇതൊക്കെ പറയണേ. ഞാൻ എത്ര മാറിയാലും എല്ലാവരും എന്റെ പൂർവ്വചരിത്രം ഓർക്കും, ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു, അത് എല്ലാവർക്കും ഒരാണെങ്കിൽ സോ വാട്ട്? കർത്താവ് നിന്റെ ഇന്നലത്തെ ചരിത്രമല്ല നോക്കുന്നേ. ഇന്നൊരു ദിവസമുണ്ടെങ്കിൽ, ഇന്നൊരു ദിവസം എന്റെ വചനത്തിന് മുമ്പിൽ നീ വിറയ്ക്കുന്നുണ്ടോ, നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ, ഒരു പുതിയ സ്വഭാവത്തിന് എനിക്ക് ഉടമയാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അവരെ കമന്റ് ചെയ്യാൻ കർത്താവ് ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. പക്ഷെ പലരുടെയും വിഷയവും അങ്ങനൊന്നും അല്ല. കാരണം മാറാൻ വയ്യ. ഒനോസിമോസ് എന്ന മനുഷ്യൻ അവിശ്വസ്തനായിരുന്നു. തന്റെ യജമാനായ ഫിലോമോനെ വഞ്ചിച്ച അവിശ്വസ്തനായ മനുഷ്യൻ സുവിശേഷത്താൽ വീണ്ടും ജനിക്കപ്പെട്ട് അപ്പോസ്തലനായ പൗലോസ് നിമിത്ത രക്ഷയിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യന്റെ ജീവിതം തനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി. അപ്പോസ്തലൻ പറയാണ്, നിങ്ങളിൽ ഒരുത്തനായ ഒനോസിമോസിനെ അന്ന് ഞാനൊക്കെ ഫിലോമോനോട് അങ്ങ് പറഞ്ഞു പോയി സ്വീകരിക്കണമെന്ന്. പക്ഷേ എന്നാൽ ഇവിടെ പറഞ്ഞു വരുമ്പം വിശ്വസ്തരിൽ ചിലർ തെറ്റിപ്പോയത് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ അവിശ്വസ്തനായ ഒനോസിമോസ് തെറ്റിപ്പോയില്ല. അതായത് ദൈവമക്കളെ, വിശ്വസ്തരായി നിൽക്കുന്നവർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിശ്വസ്തരായവർ വിശ്വസ്തരായി തീരാനും വഴികൾ ദൈവം തുറന്നിട്ടിട്ടുണ്ട്. ഇന്നലെ വരെ അവിശ്വസ്തരായവർ, കൊള്ളരുതാത്തവർ, വേലയ്ക്ക് യോഗ്യരല്ലാത്തവർ, പ്രിയരല്ലാത്തവർ, വിശ്വസിച്ചൊന്നും ഏൽപ്പിക്കാൻ പറ്റാത്തവർ, അവർക്ക് ഈ കർത്താവ് ഒരു വാതിൽ തുറന്ന്, രക്ഷയുടെ വാതിൽ മാത്രമല്ല കർത്താവ് തുറന്നിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവർക്ക് രൂപാന്തരപ്പെടാനുള്ള വാതിലും കൂടെ കർത്താവ് തുറന്ന് സഭയിട്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെടാൻ മാത്രമല്ല കർത്താവ് വാതിൽ തുറന്ന് സഭയിലേക്ക് ചേർക്കുന്നത്, രക്ഷിക്കപ്പെട്ട ഓരോരുത്തർക്കും അവരുടെ സകല അവിശ്വസ്തകളും മാറ്റി, അവരുടെ ജീവിതത്തിലെ സകല അധർമ്മങ്ങളും നീക്കി, അവരുടെ അശുദ്ധിയെ നീക്കി, അവരുടെ അയോഗ്യതയെ നീക്കി, അതെ അപ്രിയരായവരെ, അതെ ആർക്കും പ്രിയരല്ലാത്തവരെ പ്രിയരാക്കി മാറ്റുന്ന, അവിശ്വസ്തരെ വിശ്വസ്തരാക്കി മാറ്റുന്ന ശുശ്രൂഷ സഭയ്ക്കകത്ത് നടക്കുന്നുണ്ടെന്നേ. അത് സ്വീകരിക്കാൻ തയ്യാറാകാത്തോണ്ടാ മാറ്റം വരാത്ത. ആരെ കൊണ്ട് ഒനോസിമോസിന്റെ പൂർവ്വചരിത്രം എണ്ണിപ്പിക്കാതെ പിന്നെയോ അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ട നാൾ തൊട്ട് അവന് വേണ്ടി ഒരു വൻമതിലായി നിലകൊണ്ടു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ പ്രിയരെ,
കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെയും കർത്താവ് രക്ഷിച്ച് സഭയോട് ചേർക്കുമ്പോൾ നമ്മുടെ ജീവിതം ഫലഭൂഷ്ടമാകുന്നു എന്നറിഞ്ഞാൽ, ഫലം കൊടുക്കാൻ നാം തയ്യാറാണെന്നറിഞ്ഞാൽ, നമുക്ക് വേണ്ടി വൻമതിൽ പോലെ വ്യക്തികളെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ, നമ്മുടെ ജീവിതത്തെ കൊള്ളാവുന്നാക്കി വെളിപ്പെടുത്താൻ കർത്താവിന് മനുഷ്യനെ ഉപയോഗിക്കാൻ കഴിയും. എന്നെ ആര് അംഗീകരിക്കാനാ? എന്നെ ആര് പരിചയപ്പെടുത്താനാ? തിഹിക്കോസിനെയൊക്കെ പരിചയപ്പെടുത്താൻ ആൾക്കാരുണ്ട്. പക്ഷെ ഒനോസിമോസായ എന്നെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അല്ലല്ലല്ലല്ല. അത് ഇന്നലത്തെ ചരിത്രമായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒനോസിമോസ് മാറി. സുവിശേഷത്താൽ വീണ്ടും ജനിക്കപ്പെട്ട മനുഷ്യൻ അവൻ അകത്ത് മാത്രമല്ല പുതുമനുഷ്യനായത്, അവന്റെ അകത്തെ പുതുമനുഷ്യൻ അവന്റെ സ്വഭാവം കൊണ്ട് വെളിപ്പെട്ടു വന്നു. പ്രിയരെ, രക്ഷിക്കപ്പെട്ടിട്ട് എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നോർത്ത് ദുഃഖിക്കണ്ട. രക്ഷിക്കപ്പെട്ടെങ്കിൽ, മാനസാന്തരപ്പെട്ടെങ്കിൽ, മാനസാന്തര യോഗ്യമായ ഫലം ഒന്ന് കായ്ക്ക്. അംഗീകരിപ്പിക്കാൻ ആൾക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിനക്ക് വേണ്ടി വൻമതിലാക്കി നിർത്തുവാൻ സാക്ഷ്യമുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കും. പക്ഷെ പ്രശ്നം അവിടെയല്ല കിടക്കുന്നേ. പ്രശ്നം പലപ്പോഴും എന്നറിയോ? ജീവിതത്തിൽ മാറ്റത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ വയ്യ. കൃപയാലുള്ള രക്ഷ പ്രാപിച്ചു, പക്ഷേ കർത്താവിന്റെ ഹിതത്തിനു വേണ്ടി സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ ഓർത്തോണം. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാവോ? ആൾക്കാർ പറയും രക്ഷിക്കപ്പെട്ടെന്നൊക്കെ അവകാശപ്പെടുന്നെങ്കിലും പൂർവ്വ സ്വഭാവത്തിന് ഒരു മാറ്റവും. ആളുടെ സ്വഭാവം പഴയത് തന്നെ, പക്ഷെ ആൾ അവകാശപ്പെടുന്നു ഞാൻ സ്വർഗരാജ്യത്തിന് അവകാശി. എന്നാൽ രക്ഷിക്കപ്പെട്ട ആൾ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് ക്രിസ്തുയേശുവിന്റെ കർത്തൃത്വത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ആൾക്കാർ പറയും, അതെ, രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ രക്ഷിക്കപ്പെടാത്ത മനസ്സിലാകത്തില്ലെങ്കിലും എനിക്ക് അവന്റെ സ്വഭാവം കൊണ്ട് മനസ്സിലാകുന്നുണ്ട് അവന്റെ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടെന്ന്. ആളെ വിശ്വസിക്കാം കേട്ടോ. ഇപ്പം നമുക്കൊരു കാര്യം പരമേൽപ്പിക്കാം. ഒരു കാര്യം പറഞ്ഞു വിട്ടാ ഉണ്ടല്ലോ, പുള്ളി നമ്മൾ പറഞ്ഞ പോലെ ചെന്ന് പറയുന്നേ. ഒരു കത്ത് കൊടുത്തു വിട്ടാൽ ആ കത്ത് അവിടെ എത്തുവന്നേ. പണം കൊടുത്തു വിട്ടാൽ അതിനകത്ത് ഒരു അട്ടിമറിയും ഒരു തിരിമറിയും കാണിക്കത്തില്ല, അവിടെ എത്തുവന്നേ. വിശ്വസ്തനാണെന്നേ, പ്രിയനാണെന്നേ. അത് തീക്കോസ് മാത്രമല്ലെന്നേ, ഒനോസിമോസിനെയും അയക്കുവാൻ കഴിയുമെന്ന് ഇവിടെ വ്യക്തമാക്കിയ ഞാൻ ഒനോസിമോസിനെ അവിടെ ബാക്കി ഫിലോമോന്റെ ലേഖനം വായിച്ചാൽ ഒനോസിമോസിനെ കുറിച്ച് അറിയേണ്ടവർക്കെല്ലാം കൂടുതലായിട്ട് അറിയാം. പത്താം വാക്യം. എന്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർണബാസിന്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളും. എന്റെ സഹതടവുകാരനായ അരിസ്തർഹോസും ബർണബാസിന്റെ ബന്ധുവായ, ബർണബാസിന്റെ കസിൻ ആയിരുന്നു ജോൺ മാർക്ക്. മർക്കോസ് എഴുതിയ സുവിശേഷം ആ മാർക്ക് തന്നെ, ജോൺ മാർക്ക്. നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. മർക്കോസിനെ പറ്റി നിങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ അടുക്കൽ വന്നാൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. ഇത് ഒരു ദൈവനീതിയാണ്. അപ്പോസ്തലനായ പൗലോസ് മർക്കോസിനെ കുറിച്ച് ഇങ്ങനെ പറയണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു നീതിയാണ്. അപ്പം അരിസ്തർഹോസ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോവാം. അപ്പോസ്തല പ്രവൃത്തി 19-ലും 24-ലെ 27-ലൊക്കെ എന്താ വെച്ചാൽ എഫെസോസിൽ വെച്ച് വലിയ കലാപം ഉണ്ടാവുമ്പം വലിയ ലഹളയായിട്ട് അർത്തിമോസിന് എതിരെ പൗലോസൊക്കെ നിൽക്കുന്നു ഉണ്ടാകുമ്പോൾ അവിടെ അരിസ്തർഹോസിന്റെ പേര് പറയുന്നുണ്ട്. അവരെ വലിച്ച് കൊണ്ടുവരുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. അപ്പോസ്തലരുടെ കൂടെ ഉണ്ടായെന്ന് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഉറപ്പിന് വേണ്ടി ഒന്ന് വായിക്കാം. ഞാൻ ആ ഭാഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 19-ന്റെ 29-ാം വാക്യം. പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിന്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ്, അരിസ്തർഹോസ് എന്ന മക്കോദോന്യരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നു.
ഈ ഭാഗത്ത് നമുക്ക് ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അതേ ഈ പലയിടങ്ങളിലും മിഷണറി യാത്രയിൽ ഇവരുടെയുള്ള പങ്കാളിത്തവും ഒന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോസ്തലപ്രവൃത്തി 27:2 പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ ആസ്യാക്കര പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്തിയ കപ്പലിൽ കയറി നീക്കി തെസ്സലോനിക്കയിൽ നിന്നുള്ള മക്കെദോന്യക്കാരന് അരിസ്തർഹോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 27:2 ഞാൻ വായിച്ചു. അപ്പം എന്റെ സഹബദ്ധനായ അപ്പോസ്തലനോടൊപ്പം അരിസ്തർഹോസ് ഉണ്ട്, സഹതടവുകാരൻ. അപ്പം ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോസ്തലന് ആദ്യ സമയങ്ങളിൽ വീട്ടുതടവിലായിരുന്നപ്പോൾ തനിക്ക് തന്നെ ശുശ്രൂഷിപ്പാൻ തന്നോടൊപ്പം തന്നെ ആക്കി വെച്ചവരുണ്ട്. അങ്ങനെ എപ്പഫ്രോസ് അവിടെ ചെല്ലുന്നുണ്ട്. തന്നോടൊപ്പം സഹതടവുകാരനായിരിക്കുന്ന അരിസ്തർഹോസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 2 ഭാഗം വായിച്ചു. അവരുടെ പ്രത്യേകത ശ്രദ്ധിച്ചോ? എഫെസോസിലെ അത്ര വലിയ കലഹത്തിന്റെ മുമ്പിൽ ഗായോസും അരിസ്തർഹോസിനെയാണ് ആദ്യം വലിച്ചഴിച്ച് കൊണ്ടുവരുന്നത്. അപ്പോസ്തലന്റെ കഷ്ടങ്ങൾ കൂടെ നിന്നവർ. പലപ്പോഴും ജീവിതത്തിൽ അതൊക്കെ പലരും മറന്നു പോകാറുണ്ട്. പക്ഷെ അപ്പോസ്തലൻ ഓർക്കുന്നു, തന്റെ കൂടെയുള്ള അരിസ്തർഹോസ് എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ പേരുകൾ വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെടുവാൻ തക്കവണ്ണം അപ്പോസ്തലൻ വരെ ഓർക്കുകയാണ്. അപ്പൊ അരിസ്തർഹോസിനെ കുറിച്ച് ഞാൻ 1-2 വാക്യങ്ങൾ വായിച്ചു. എങ്ങനെയായിരുന്നു അപ്പോസ്തലനോടൊപ്പം ആയിരുന്നത്? ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ ഇട്ടിട്ട് പോകുന്ന ആള് അല്ലായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് കൂടെ ഉണ്ട്. സഹതടവുകാരനെ കൂടെ എഫെസോസിലെ കലഹത്തിന്റെ മുമ്പിലും ഉണ്ട്, റോമയിലെ തടവിലും കാരാഗ്രഹത്തിലും. അപ്പം ബന്ധങ്ങളെ ആ കമന്റ് ചെയ്യുന്നതിന്റെ പ്രയോജനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബർന്നബാസിന്റെ ബന്ധുവായ മർക്കോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ആർക്കും ഡൗട്ട് വരരുത്, ഇത് ഏത് മർക്കോസാണ്? ഇത് ആ മർക്കോസ് തന്നെ. ഏത് മർക്കോസാണ്? അപ്പോസ്തലപ്രവൃത്തി പിണങ്ങിപ്പിരിഞ്ഞ മർക്കോസ്. അറിയാമോ? അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഉഗ്രവാദം ഉണ്ടായിട്ട് ബർന്നബാസും പൗലോസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട്, ആര് നിമിത്തം ഉഗ്രവാദം ഉണ്ടായത്? മർക്കോസ് നിമിത്ത. ബർന്നബാസിന്റെ കസിനായ ബന്ധുവായ മർക്കോസ്, അല്ലെങ്കിൽ ജോൺ മാർക്ക്, അദ്ദേഹത്തിന് യോഹന്നാൻ എന്ന പേരുണ്ട്. ജോൺ മാർക്ക് തന്റെ ഫസ്റ്റ് മിഷണറി ട്രിപ്പിൽ ഇടയ്ക്കിട്ടിട്ട് പോയോണ്ട് സെക്കൻഡ് മിഷണറി യാത്രയിൽ കൊണ്ടുപോകാമെന്ന് ബർന്നബാസ് പറയുന്നു. അറിയാമല്ലോ, വേദഭാഗം നിങ്ങൾക്കറിയാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 15:37 വായിക്കുമ്പോൾ ഈ പൗലോസ് ലേഖനത്തിൽ ഇങ്ങനെ സ്വാഗതം ചെയ്യാൻ തക്ക ബന്ധം അപ്പോസ്തലൻ യഥാസ്ഥാനപ്പെട്ടോ? അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 35 തൊട്ട് ഞാൻ വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 15:35 ഓൺവേർഡ്സ്. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസോട് നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കും നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെ, അതുകൊണ്ടാണ് ജോൺ മാർക്ക് എന്ന് പറയുന്നത്, മർക്കോസ് എന്ന യോഹന്നാനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുല്ലയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ, വേലയ്ക്ക് വരാതെ, മിഷണറി ട്രിപ്പിന് ചെല്ലാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ, പൗലോസും ബർന്നബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തെരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ വരവേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ടു. അപ്പൊ മടങ്ങി വരാം നമുക്ക്. ഈ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത്, ഇപ്പൊ അപ്പോസ്തലൻ പറയാ സാധാരണ നമ്മുടെ ഇന്നത്തെ ഇതിലായിരുന്നു എങ്ങനെയായിരുന്നു ഇവിടെ ഇതെങ്ങനെ വായിച്ചേനെ? നമ്മുടെ ആ ബർന്നബാസിന്റെ ബന്ധു ഉണ്ടല്ലോ മർക്കോസ്, അവൻ ആ ഭാഗത്തോട്ട് ഒന്ന് അടുപ്പിക്ക പോലും ചെയ്യരുത്. പിന്നെ നമ്മുടെ ഈ തിക്കോസിന്റെ കൂടെ ഈ പുള്ളിയും വരുന്നെന്ന് പറയുന്നതുകൊണ്ട് വിടുവാണ്. പക്ഷെ സൂക്ഷിച്ചോണം, ആൾ ഒനോസിമോസാ. കാരണം ഇന്നത്തെ തലമുറയിൽ വലിയ വിഷയമായതൊക്കെ. പക്ഷെ അത് വീണ്ടും ഞാൻ പറയട്ടെ, മാനസാന്തന് യോഗ്യമായ ഫലം കായ്ക്ക് കർത്താവ് നമ്മളെ കമന്റ് ചെയ്യാൻ ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. ഈ കൂട്ടത്തിൽ പാടുന്ന വെള്ളത്തിൽ പൂട്ടുന്ന പരിപാടി നിർത്തിയിട്ട് വ്യക്തിപരമായി മാനസാന്തരത്തിന്റെ ഫലം കായ്ക്ക് ആരെയും പറഞ്ഞ് ഫലിപ്പിക്കേണ്ട, നമ്മൾ വിശ്വസ്തരാണെന്ന് ആൾക്കാരെ കൊണ്ട് ദൈവം പറയിച്ചോളും.
അങ്ങനെ ജീവിച്ച ചിലരുടെ പേരാണ് ഇവിടെ പറയുന്നത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൊടുത്തപ്പോൾ, അത് ശുശ്രൂഷയിലും ജീവിതത്തിലും കൊടുത്തപ്പോൾ, ചുരുക്കി പറഞ്ഞാൽ പുതിയ മനുഷ്യന്റെ പുതിയ ജീവിതം എന്നുള്ളത് പ്രാവർത്തികമാക്കിയവരുണ്ടായിരുന്നു. വെളിച്ചത്തിന്റെ മക്കളായി ജീവിച്ചവർ, ഇരുളിലായിരുന്നവർ, നിഷ്ഫല പ്രവൃത്തിയിൽ കൂട്ടാളികളായിരുന്നവർ, വ്യാജം ചെയ്യാൻ മടിയില്ലായിരുന്നവർ, വേലയ്ക്ക് ഉത്സാഹമില്ലാതെ കാരണങ്ങൾ പറഞ്ഞ് വിട്ടുതിരിഞ്ഞു പോയവർ, താൻ നിമിത്തമാണ് അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായത്. പക്ഷെ മർക്കോസ് പ്രയോജനമുള്ളവനായി തീർന്നു. ഒനോസിമോസ് എങ്ങനെ വിശ്വസ്തനും പ്രിയനുമായോ അതുപോലെ തന്നെ വേല ഇടയ്ക്കിട്ടിട്ട് പോയ മർക്കോസ് പൗലോസിന് പ്രയോജനമുള്ളവനായി തീർന്നു. പ്രിയരെ, വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഓർപ്പിക്കുക, പഴയകാല ചരിത്രങ്ങളെ വിട്ടുകളാ, പഴയകാല സ്വഭാവങ്ങളെ വിട്ടുകളാ. ഒരു പുതിയ സ്വഭാവത്തിനായി, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപപ്പെടുവാൻ നമുക്ക് ഉത്സാഹിക്കാം. നമ്മുടെ സാക്ഷ്യം താനെ വന്നുകൊള്ളും, വരുത്തിക്കൊള്ളും കർത്താവ്. എന്റെ സഹവത്ത് അപ്പം തിഹിക്കോസിനോട് ചേർത്ത് ഒനോസിമോസിനെ വെക്കുന്നു. ഒരിക്കലും ചേർന്ന് വരത്തില്ല. തിഹിക്കോസ് എന്ന് ഒനോസിമോസിനും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. പക്ഷെ പറ്റി. അരിസ്തർഹോസ് എന്ന സഹതടവുകാരനും എഫെസോസിലെ കലഹത്തിന് ജീവൻ പോയാലും മുൻപിൽ നിൽക്കാൻ തയ്യാറുള്ളവനും ആയ ഒരു മനുഷ്യനോട് ചേർത്ത് വെക്കുവാൻ ഒരിക്കലും പറ്റാത്ത ഒരാളാ മർക്കോസ്. കലഹം പോയിട്ട് മിശ്രത യാത്ര കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്ത ഒരാളെ എങ്ങനെ അരിസ്തർഹോസിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റും? പക്ഷെ ഇവിടെ പറയുന്നു, ആ അരിസ്തർഹോസും ബർന്നബാസിന്റെ ബന്ധുവായ കസിനായ ജോൺ മാർക്ക്, യോഹന്നാൻ എന്ന മർക്കോസും അവനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവനെ കുറിച്ചുള്ള ബാഡ് റിപ്പോർട്ട് കിട്ടിയെന്നല്ല, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവീൻ. വെൽക്കം ഹിം ഗ്ലാഡ്ലി. ഹൃദയപൂർവമായി അവനെ സ്വാഗതം ചെയ്യും. സുവിശേഷ മർക്കോസ് എന്ന മർക്കോസ് എഴുതിയ സുവിശേഷം, ആ സുവിശേഷത്തിന്റെ എഴുത്തുകാരനായ മർക്കോസിനെ കുറിച്ചാണ് പറയുന്നത്. പത്രോസ് 1 പത്രോസ് 5:13 മർക്കോസിനെ കമന്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് പത്രോസിന്റെ സെക്രട്ടറിയായി തന്റെ പേഴ്സണൽ റെപ്രസെന്റേറ്റീവായിട്ട് മാറിയ ഒരു മർക്കോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. മാർക്ക് വാസ് റിയൂണൈറ്റഡ് വിത്ത് പോൾ ഇൻ ദ വർക്ക് ആൻഡ് ഹൈലി റിഗാർഡഡ് ബൈ പോൾ. വീണ്ടും പൗലോസുമായി മർക്കോസ് ഒന്നു ചേരുകയും പൗലോസിനാൽ ഉന്നതമായി മതിക്കപ്പെട്ട, മാനിക്കപ്പെടുകയും ചെയ്തു. പൗലോസിന്റെ മരണശേഷം പത്രോസിന്റെ സഹായകനായി മർക്കോസ് മാറി. 1 പത്രോസ് 5:13 ചുരുക്കം ഒരു വാക്കിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞതിന്റെ വാക്കിൽ നിർത്താം, എന്റെ സമയം അവസാനിച്ചു. 1 പത്രോസ് 5:13. നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിലെ സഭയും എനിക്കും മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലും. എനിക്ക് മകനായ, അതായത് പൗലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. ഇനിയിപ്പം പ്രിയരെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചില്ലെങ്കിൽ ആരെയും കൈക്കൊള്ളേണ്ട കാര്യമില്ല. എങ്ങനെ? വേലയിൽ കൈക്കൊള്ളാൻ പറ്റത്തില്ല, സഭയിൽ കൈക്കൊള്ളാൻ പറ്റത്തില്ല, ശുശ്രൂഷ ഏൽപ്പിക്കാൻ പറ്റത്തില്ല, കത്ത് കൊടുത്തുവിടാൻ പറ്റത്തില്ല, ഉള്ള അവസ്ഥ അറിയിക്കാൻ വിടാൻ. ഇതിന്റെ അർത്ഥം എന്നാ ചോദിച്ചാ, എന്നാ പിന്നെ അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ആളുകളുടെ മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ നോക്കണ്ടേ. പൗലോസ് എന്നാ ശരിയാക്കി ക്ഷമിച്ചേക്കാം, വേലക്കാക്കിയേക്കാം, അങ്ങനല്ല. ക്ഷമയുടെ പ്രശ്നമില്ല. ഒരു വാദം ഉണ്ടായത് പിണക്കായിട്ടല്ല, ഒരു ഡിസ്പ്യൂട്ട് അങ്ങനല്ലായിരുന്നു. പക്ഷേ ഇവരൊക്കെ ചേർന്ന് നിൽക്കാനുള്ള കാര്യം അത് പൗലോസിന്റെ മഹാമനസ്കതയല്ല. പൗലോസിന്റെ ഹൃദയത്തിൽ തന്റെ സഹവൃത്തിനെ കുറിച്ച് ആഴമായ അഗാധമായ സ്നേഹവും കരുതലും ആദരവും ഉണ്ട്. പക്ഷെ അതിന് യോഗ്യരാകുന്ന ജീവിത ഫലം ഒരു പുറപ്പെടുവിച്ചു. അല്ലാതെ പൗലോസിന്റെ മുഖപക്ഷത്തിന്റെ വക്താക്കളല്ല ഇവര്. പിന്നെയോ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചവരുടെ വക്താക്കളാ, പൊതുജീവിതം നയിച്ചവരുടെ വക്താക്കളുടെ ലിസ്റ്റായി പറയുന്നത്. ഞാൻ വേഗത്തിൽ നിർത്താം. മർക്കോസ്
ഒരു റെഫറൻസ് കൂടെ ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട്. 2 തിമോത്തിയില്, അതങ്ങനെയാണെങ്കിൽ എല്ലാ റെഫറൻസും അടുപ്പിച്ച് വന്നുകൊണ്ട് ഒരു പക്ഷെ ഇതാകുന്നോർത്ത് ഞാൻ ഒന്ന് എടുത്തോട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം. 4:11 ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. 4:11, 2 തിമോത്തി 4:11. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടു വരിക. തിമോത്തിയോസിനോട് പറയാ, ലൂക്കോസ് മാത്രമേ ഇപ്പൊ എന്റെ അടുക്കലുള്ളൂ. തിമോത്തിയോസേ, മർക്കോസ് ഉണ്ടല്ലോ, എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ട് വരിക. അത് നമ്മൾ മുമ്പേ ഇത് വായിച്ചതാണ്, അതിന്റെ തൊട്ട് താഴത്തെ തീക്കോസിന് വേണ്ടി വായിച്ചതാണ്. ഞാൻ തീക്കോസിനെ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. പ്രിയരെ, എന്തൊരു ധൈര്യമാണ് ഇതൊക്കെ അല്ലെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ധൈര്യം ലഭിക്കട്ടെ, കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അത് പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും, കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാവർക്കും, സഹഭൃത്യർക്കും, ശുശ്രൂഷകർക്കും, ദൈവമക്കൾക്കും എല്ലാവർക്കും ഈ ധൈര്യം ആവശ്യമാണ്, ഈ കമന്റേഷൻ ആവശ്യമാണ്, ഈ സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമാണ്, ഒരു ബലം ആവശ്യമാണ്, ഒരു ഉൾക്കരുത്ത് ആവശ്യമാണ്. ഇത് കൊടുക്കുവാൻ നമ്മൾ പിശുക്ക് കാണിക്കണ്ട. നമുക്ക് പരസ്പരം ധൈര്യപ്പെടുത്താം. വിശ്വസ്തരെ വിശ്വസ്തരെന്ന് നമുക്ക് വിളിച്ചു പറയാം. പ്രിയരെ പ്രിയരെന്ന് തന്നെ പറയാം. ധൈര്യമായി ഏൽപ്പിക്കുവാൻ കഴിയും എന്ന് പറയുവാൻ നമുക്ക് ഇടയാകട്ടെ. അവരോട് വ്യക്തിപരമായി പറയുവാൻ ഇടയാകട്ടെ. അതവർക്ക് ധൈര്യമാകട്ടെ, അതെനിക്ക് ധൈര്യമാകട്ടെ, അത് നിങ്ങൾക്ക് ധൈര്യമാകട്ടെ. മർക്കോസിനെ ഒരു കാരണവശാലും ഇങ്ങോട്ട് വിടരുത്. അപ്പോസ്തലപ്രവൃത്തി 15:37 തീർന്നില്ലെന്നേ. മർക്കോസിന് ഐസ് കൊടുത്തുകൊണ്ട് മാറാൻ അവസരം കിട്ടി. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ട് വരിക. ബർന്നബാസോട് പറഞ്ഞു, പറ്റത്തില്ല, മർക്കോസിനെ കൂട്ടിക്കൊണ്ട് ഞാൻ ഇനി ഒരു മിഷണറി യാത്രയ്ക്ക് പോകത്തില്ല, നീ കൂട്ടിക്കോ, എനിക്ക് വേണ്ട എന്ന് ഉഗ്രവാദത്തോടെ പൗലോസ് പറഞ്ഞു. പക്ഷെ പിൽക്കാലങ്ങളിൽ മർക്കോസ് എന്ന യോഹന്നാൻ തെളിയിച്ചു അവൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാണെന്ന്. ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് ചോദിക്കുക, അതേ ജീവിതം കൊണ്ട് നിനക്കത് തെളിയിക്കാൻ സാധിക്കുമോ? നിന്റെ ജീവിതം കൊണ്ട്, എന്റെ ജീവിതം കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അങ്ങനെ അല്ലായിരുന്നു, എന്നാൽ എന്റെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുവാൻ തക്കവണ്ണം എന്റെ ജീവിതം മാറിയെന്ന് നമുക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞാൽ, നമ്മളെ കമന്റ് ചെയ്യുവാൻ നമ്മൾ ആരെയും തേടി നടക്കണ്ട, സാക്ഷ്യപത്രം ഉണ്ടാക്കാൻ ആരുടെയും പുറകെ ചെല്ലണ്ട, അത് താനേ വന്നോളൂ. എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര പേരെ ചിന്തിച്ചു നമ്മൾ? 4 പേരെ അല്ലേ? തിഹിക്കോസ്, ഒനോസിമോസ്, അരിസ്തർഹോസ്, മർക്കോസ്. അപ്പോസ്തലപ്രവൃത്തി 15 വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ഹിം, ടേക്ക് ഹിം അവേ, യു ടേക്ക് ഹിം വിത്ത് യു, ഐ ഡോണ്ട് വാണ്ട് ഹിം എന്ന് പറഞ്ഞ മനുഷ്യൻ ഞാൻ കൂട്ടിക്കൊണ്ടു പോകത്തില്ല എന്ന് പറഞ്ഞ പൗലോസ് തിമോത്തിയോസിനോട് പറയുക, ഇപ്പൊ ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ, bring Mark to me, he is useful for the ministry, I need him. എന്റെ പ്രിയരെ, കണ്ണടച്ചു പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവരാണോ നമ്മൾ? നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സഭയ്ക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? കുടുംബത്തിന് പ്രയോജനപ്പെടുന്നുണ്ടോ? ഇന്നലെ വേണ്ട എന്ന് വെച്ചവർക്ക് തന്നെ നാളെ നമ്മളെ വേണമെന്നാക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റമാണ്. കാരണം മർക്കോസിനോട് ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല പൗലോസ് വേണ്ടെന്ന് വെച്ചേ. ബർന്നബാസിനോട് പിണക്കുണ്ടായി ശീലാസിനെ കൂട്ടിക്കൊണ്ടുപോയത് ശീലാസിനോടുള്ള മുഖപക്ഷവുമല്ല, കാരണം വേലയ്ക്ക് മർക്കോസ് ഉപകരിക്കത്തില്ല എന്നുള്ള തോന്നൽ, തിരിച്ചറിവ് പൗലോസിനെ തീരുമാനമെടുപ്പിച്ചു. പക്ഷെ ആ മനുഷ്യന്റെ താഴ്മയോർത്തോളം അവൻ വേലയ്ക്ക് യോഗ്യനെന്നറിഞ്ഞപ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ പറയാൻ പൗലോസിന് അഹങ്കാരം മടിയില്ലായിരുന്നു, ധൈര്യമായി പറഞ്ഞു. ഇന്ന് രാത്രി ദൈവരങ്ങൾ നമ്മളെ ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കുകയും കണ്ണുകളെ അടയ്ക്കുകയും തലകളെ താഴ്ത്തുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനകളെ നമ്മുടെ ഹൃദയത്തിൽ ഒന്നുകൂടെ സംഗ്രഹിക്കാം. കേവലം വന്ദനമായി കണ്ട് നമുക്ക് വായിച്ചു പോകാം ആ നീതിഭേദ ഭാഗങ്ങളെ. ചില പേരുകൾ മാത്രം പരാമർശിക്കപ്പെട്ടു, ഇവരുമായിട്ട് ഞങ്ങൾക്ക് എന്ത് ബന്ധം?
എന്ന് ചിന്തിക്കാമായിരുന്നു. ഈ ഭേദഭാഗങ്ങളെ നമ്മുടെ മുമ്പിൽ ആ വ്യക്തികളെ നിരത്തി വെച്ച് എന്തിനെന്നറിയാമോ? ആ സ്ഥാനത്ത് നമ്മളെ ദൈവം കാണുന്നു, വിശ്വസ്തരും പ്രിയരുമായി. അതേ ഒനോസിമോസിനെ പോലെ പൂർവ്വചരിത്രത്താൽ ബാധിക്കപ്പെടാതെ, അതെ പുതിയ പൂർവ്വചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന ഒരു പുതിയ സ്വഭാവത്തിന്റെ ഉടമകളായി അപ്പോസ്തലൻ ആൾക്കാരെ അതെ കമന്റ് ചെയ്യുമ്പോൾ നമുക്കും ആ കൂട്ടത്തിൽ എണ്ണപ്പെടാം. അതെ കഷ്ടങ്ങൾ കൂടെ നിൽക്കുന്നവരായി, പ്രതികൂലങ്ങൾ കൂടെ നിൽക്കുന്നവരായി, കഴിഞ്ഞ നാൾ തെറ്റുകൾ വന്ന് പരാജയപ്പെട്ടുണ്ടെങ്കിൽ തിരുത്തപ്പെട്ടവരായി, കർത്താവിനോട് സഭയ്ക്കും അതെ വേലക്കാർക്ക് കൂട്ടുവേലക്കാരായി, സഹോദരങ്ങൾക്ക് അനുഗ്രഹമായി നിലകൊള്ളുവാൻ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.